ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോസ്റ്റലേഴ്സിനൊക്കെ കൊടുത്തു വിടാനും വിദേശത്തുള്ളവർക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് നാൾ കേടുകൂടാതിരിക്കാൻ പറ്റുന്ന ഈ ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. വരൂ, നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ചമ്മന്തിപ്പൊടിയുടെ സാധനങ്ങളൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നല്ല ചുവട് കട്ടിയുള്ള ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഉരുളിയിലൊക്കെ വറുത്തെടുക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം എടുക്കണേ. ഇതിലോട്ട് നമ്മൾ ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ തേങ്ങ ചിരക്കി എടുക്കുമ്പോൾ എല്ലാം ഒരേ സൈസിൽ ചിരക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി. അപ്പോൾ എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടിക്കോളും. ഉരുളി നല്ല ചൂടായ ശേഷമാണ് കേട്ടോ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തേങ്ങയൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒരിഞ്ഞു വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണേ. ഈ ഒരു പ്രോസസ്സ് എന്തായാലും കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യണം. എന്താ വെച്ചാൽ തേങ്ങ നന്നായിട്ട് വറുത്ത് കിട്ടിയില്ലെങ്കിൽ ചമ്മന്തിപ്പൊടി പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് വറുത്തെടുത്താൽ അകവശമൊന്നും വേവത്തില്ല, പുറം ഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ചമ്മന്തിപ്പൊടിയുടെ ഫ്ലേവറേ മാറിപ്പോവും. പോരാത്തതിന് പെട്ടെന്ന് കേടുവരികയും ചെയ്യും. ഒന്നുണ്ടായി വരുമ്പോൾ തന്നെ ഇതിൻ്റെ സൈസ് ഇതുപോലെ ഒന്ന് കുറഞ്ഞു വരുന്നത് കാണാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ ഒന്നിനൊന്ന് വിട്ട രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ആയി വരുന്നുണ്ടേ. തേങ്ങയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ ചുവന്ന് വരാനൊന്നും നിൽക്കണ്ട. അതിൻ്റെ കളറൊന്ന് മാറി തേങ്ങ അത്യാവശ്യം ഡ്രൈ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ തേങ്ങ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഞാനിത് ഒരു പരന്ന പാത്രത്തിലോട്ടാണ് കോരി മാറ്റുന്നത്. അപ്പോൾ പെട്ടെന്ന് ചൂടാറി കിട്ടിക്കോളും. നമുക്ക് പൊടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. മുഴുവൻ തേങ്ങയും ഇതുപോലെ കോരി മാറ്റിയ ശേഷം ഞാനൊരു തുണി ഉപയോഗിച്ചൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വേറെ ചേരുവകളൊക്കെ ഇട്ട് വറുത്തെടുക്കുമ്പോൾ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കാം. ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 35ഓളം ഉണക്കമുളകാണ്. ഞാൻ ആദ്യം 40 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് മാറ്റി വെച്ചതാണ്. ഇത് നല്ല എരിവുള്ള മുളകാണ്. ഈ ഒരു അളവ് ഇതിനോട്ട് നല്ല കറക്റ്റായിരിക്കും. മീൻസ് അധികം എരിവുമില്ല, എരിവ് പറ്റക്കുറവുമില്ല, ആ ഒരു രീതിയിലായിരിക്കും. നല്ല എരിവുള്ള ചമ്മന്തി വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി മുളക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മുളകിനനുസരിച്ചും വ്യത്യാസം വരും. ചില മുളക് നല്ല എരിവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഇളക്കി ഈ മുളകൊക്കെ ഒന്ന് വീർത്ത് വരും. ആ ഒരു പരുവാവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മളിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടി കിട്ടും. ആ ഒരു പരുവത്തിൽ വേണം വറുക്കാൻ. മുഴുവനായിട്ട് വറുത്ത് കിട്ടിയ ശേഷം ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് ഉഴുന്നാണ്. ഉഴുന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. 1/4 കപ്പ് ഉഴുന്നിൽ കുറഞ്ഞു പോയാലും കൂടി പോകരുത് കേട്ടോ. കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ചമ്മന്തി പൊടിക്ക് ആ ഉഴുന്നിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ വരും. ഒരു പപ്പടത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിട്ട് വരും. അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും 1/4 കപ്പിൽ കൂടരുത്. ഉഴുന്നും അത്യാവശ്യം വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇനി അവസാനമായിട്ട് വറുത്തെടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ഇതുപോലെ ഒന്ന് നെരിഞ്ഞ് വരുന്നത് വരെ ചൂടാക്കിയെടുക്കാം. ഞാൻ 1 കപ്പോളം കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് നല്ലൊരു ഫ്ലേവറാണ്. നമ്മളിതിലോട്ട് ഇഞ്ചി, ചുവന്നുള്ളി ഇതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചമ്മന്തിപ്പൊടി കേടുവരും. കുറച്ച് നാളത്തേക്ക് അതല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ചുവന്നുള്ളി ഇഞ്ചിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ചെറുതായിട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. ഇനി ഞാൻ മറ്റൊരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വന്നപ്പോൾ അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കായ ഒന്ന് ചേർത്ത് പൊടിച്ചെടുക്കണം. ഒരു കായത്തിൻ്റെ കഷ്ണം ഒന്ന് പരത്തിയെടുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കണമെന്നില്ല. ഡയറക്റ്റ് തേങ്ങ പൊടിക്കുമ്പോൾ അതിലോട്ടൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കായൊക്കെ ചേർക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എനിക്ക് കായത്തിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. ചെറിയ അളവിൽ കായൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക്. ഇനി എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാനുള്ള സമയമാണ്. ഞാൻ വറുത്തെടുത്ത മുളക് ഇതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വളരെ കുറഞ്ഞ അളവിലൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കൈയൊക്കെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ വലിയ അളവിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൈയൊന്നും തൊടാതെ ഉണ്ടാക്കണം. സ്പൂണ് നല്ല ഉണങ്ങിയ സ്പൂണൊക്കെ ഒന്ന് ഉപയോഗിക്കണേ.
മുളക് മാത്രം നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ പാകത്തിനായിക്കോളും. ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച ഉഴുന്നും നേരത്തെ വറുത്ത് വെച്ച കായവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം നല്ല ഫൈനായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയാണ്. ഈ തേങ്ങയിലോട്ട് ഈ മുളകും ഉഴുന്നൊക്കെ ഒന്ന് പൊടിച്ചത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വറുത്ത് വെച്ച കറിവേപ്പില കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കുരു കളഞ്ഞ പുളി കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ പുളി കുരു കളഞ്ഞെടുത്ത ശേഷം വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ തേങ്ങ വറുക്കുന്ന കൂട്ടത്തിലൊന്ന് പിച്ചിയിട്ട് ഒന്ന് വറുത്തെടുത്താൽ തന്നെ മതി. ഇനി ഇതും എല്ലാ ഭാഗത്തും സ്പ്രെഡായി കിടക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് പൊടിക്കാൻ തുടങ്ങാം. ഞാൻ ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എരിവ് ജസ്റ്റ് കുറവായിട്ടാണ് കുറച്ച് തോന്നിയത്. അതുകൊണ്ട് ഞാൻ വറുത്ത മുളക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ വറുത്ത മുളകൊന്ന് ആദ്യം കുറച്ച് മാറ്റി വെച്ചാണ് പൊടിച്ചിരുന്നത്, എരിവ് കൂടിയല്ല വെച്ചിട്ട്. അപ്പോൾ ബാക്കിയുള്ള മുളക് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതുപോലെ എക്സ്ട്രാ കുറച്ച് മുളക് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ പൊടിച്ച് ചേർക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വറുത്ത് ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതുപോലെ കുറേശ്ശെയായിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമ്മുടെ തേങ്ങ അത്രയ്ക്ക് ഫൈനായിട്ട് പൊടിയേയില്ല. എല്ലാം നല്ല രീതിയിൽ മിക്സായിട്ട് വരികയും ചെയ്യും. ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് മുളക് സെപ്പറേറ്റ് പിന്നെ എല്ലാം മിക്സ് ചെയ്ത ശേഷം തേങ്ങയോട് കൂടി ചേർത്ത് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ. ഇപ്പം നിങ്ങൾ എന്തായാലും ഈ ചമ്മന്തിപ്പൊടിയുടെ രുചിയൊന്ന് നോക്കണേ. ഉപ്പ് എരിവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫൈനൽ ചമ്മന്തി ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഇനിയൊന്നും ചെയ്യാനില്ല, എല്ലാം പൊടിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ തന്നെ മതി. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇനി ഇതുപോലെ ഒന്ന് ചമ്മന്തിപ്പൊടി തയ്യാറാക്കി നോക്കണേ. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ വിദേശത്തേക്ക് പോകുന്നവർക്കും ഹോസ്റ്റലേഴ്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഒരുപാട് കാലം കേടുവരാതിരിക്കുന്ന ചമ്മന്തിപ്പൊടിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ആവശ്യമുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യൂ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. താങ്ക്